ഹലോ, അസ്സലാമു അലൈക്കും. അറബിക് ഭാഷ പഠന ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ അധികം പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാക്കുകൾ, അറബിയിലെ ഓരോ പുതിയ വാക്കുകളാണ് ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ ഉപ്പാക്ക് എന്താ പറയുക, അറബിയിൽ എന്താ പറയുക, ഉമ്മയ്ക്ക് എന്താണ് പറയുക, അതുപോലെ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക, വീടിന് എന്താണ് പറയുക, ഓഫീസിന് എന്താണെന്ന് പറയുക, ഇങ്ങനെയുള്ള, അതുപോലെ ചായ, കാപ്പി എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് പുതിയ വാക്കുകൾ പഠിക്കുകയാണ്. അറബിയിൽ നമുക്കൊരു ഭാഷ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ വാക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പുതിയ വാക്കുകൾ, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് സാറ് പറഞ്ഞു തരും. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് സാറടുത്ത് ചോദിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് ഒരക്ഷരമായിരുന്നു ഷൂ. ഷൂ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ വാട്ട് എന്നുള്ള അർത്ഥമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അത് തന്നെ പറഞ്ഞു നമ്മൾ ഷൂ ഇസ്മക്, വാട്ട്സ് യുവർ നെയിം, എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിക്കാൻ നമ്മൾ ഇന്നലെ ഷൂ ഇസ്മക് എന്നുള്ളത് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഓക്കെ. അത് തന്നെ ഇനിയിപ്പോൾ നമ്മൾ വേറെ കുറേ വാക്കുകൾ പഠിച്ചു. ഫാദർ, അച്ഛൻ, അമ്മ, അനിയത്തി, പെൺകുട്ടി, ആൺകുട്ടി. ഓക്കെ. അപ്പോൾ ഇതന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഷൂ ഇസ്മക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ, എന്താണ് പേര്. അത് തന്നെ നമ്മൾ ഇനിയിപ്പോൾ നിന്റെ ഉപ്പാന്റെ പേരെന്താണ് അല്ലെങ്കിൽ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഷൂ ഇസ് അബൂക്ക്, ഷൂ ഇസ് ഇസ്മു അബൂക്ക്, ഷൂ ഇസ്മു അബൂക്ക്, അബൂക്ക്, അബൂക്ക്. ഷൂ ഇസ്മു അബൂക്ക്, എന്താണ് താങ്കളുടെ ഉപ്പാന്റെ പേര് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഷൂ ഇസ്മു അബൂക്ക്, ഷൂ ഇസ്മു അബൂക്ക്. ഷൂ ഇസ്മു എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ നെയിം. ഷൂ ഇസ്മുക് എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം, താങ്കളുടെ പേര്. അതെ. അത് ഇനി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഉപ്പാന്റെ പേര് ചോദിക്കുമ്പോൾ ഷൂ ഇസ്മു അബൂക്ക്. അത് തന്നെ നമ്മൾ ഇനി ഉമ്മാന്റെ പേരെന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഷൂ ഇസ്മു ഉമ്മുക്ക്, ഉമ്മുക്ക്. പുതിയ ലിപിയിലാക്കുമ്പോൾ ഷൂ ഇസ്മു ഉമ്മുക്ക്, ഷൂ ഇസ്മു ഉമ്മുക്ക്. താങ്കളുടെ ഉമ്മയുടെ പേര് എന്താണെന്ന് ചോദിക്കാൻ നമ്മൾ ഷൂ ഇസ്മു ഉമ്മുക്ക് എന്ന് ചോദിക്കണം. അപ്പോൾ അതുപോലെ ഉപ്പാന്റെ പേര് നമ്മൾ പറഞ്ഞു ഷൂ ഇസ്മു അബൂക്ക്. അത് തന്നെ നമ്മൾ സഹോദരന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് അഹൂക്ക് എന്നാണ് ഉച്ചരിക്കുക. അഹൂക്ക്, അഹൂക്ക്. അത് പക്ഷെ അത് ആ ഹ എന്ന അക്ഷരം മലയാളത്തിലില്ലാത്തതുകൊണ്ട് സാധാരണ അഖൂഖ് എന്ന് പറയും, എഴുതും. പക്ഷെ അഖൂഖ് എന്നല്ല പറയേണ്ടത്, അഹൂഖ്. ഹ ഹ അഹൂഖ്. ഷൂ ഇസ്മു അഹൂഖ്, അഹൂഖ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് വലത്. ഷൂ ഇസ്മു വലദുഖ്, ഷൂ ഇസ്മു വലദുഖ്. ആൺകുട്ടിയാണെങ്കിൽ ഷൂ ഇസ്മു വലദുഖ്. താങ്കളുടെ ആൺകുട്ടിയുടെ പേരെന്താണ്? മോന്റെ പേരെന്താന്ന് ചോദിക്കാം. ഷൂ ഇസ്മു ഇബ്നക് അല്ലെങ്കിൽ ഷൂ ഇസ്മു വലദുഖ്. ഷൂ ഇസ്മു ബിൻതുക്, ബിൻതുക് എന്ന് പറഞ്ഞ പെൺകുട്ടി. ഷൂ ഇസ്മു. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് നമ്മളുടെ ഫ്രണ്ടിന് അറബിയിൽ പറയാ സ്വദീഖ് എന്നാണ്. സ്വദീഖ്. അപ്പോൾ പുതിയൊരു വാക്കാണ്, എല്ലാവരും നോക്കി വെച്ചോളൂ. സ്വദീഖ്, സ്വദീഖ്. അത് നമ്മൾ ഇനിയിപ്പോ ഫ്രണ്ടിന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷൂ ഇസ്മു സ്വദീഖുക്, ഷൂ ഇസ്മു സ്വദീഖുക്. ഷൂ ഇസ്മു صديقك. ഷൂ ഇസ്മു സ്വദീഖുക്. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ ഈ ഇസ്മു വെച്ച് തന്നെ, ഇസ്മു കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു.
അതായത് അത് വെച്ച് ചോദിക്കുമ്പോൾ ആരുടെയൊക്കെ ഇപ്പോൾ ഒന്നുകൂടി പറയണമെങ്കിൽ ഷൂ ഇസ്മുക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിക്കാൻ നമ്മൾ ഷൂ ഇസ്മുക് എന്ന് പറയും. അത് തന്നെ സ്ത്രീകളോടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഷൂ ഇസ്മുച്ച്. ഓക്കെ. ഷൂ ക്ക് എന്നുള്ളത് ആണിനും ച് എന്നുള്ളത് പെണ്ണിനുമാണ് ഇവിടുത്തെ ഗൾഫ് നാടുകളിൽ സംസാരത്തിന് ഉപയോഗിക്കാറുള്ളത്. അത് തന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളുടെ റിലേറ്റീവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഷൂ ഇസ്മു അബൂക്ക്. ഷൂ ഇസ്മു അബൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന്റെ പേരെന്താണ്? ഷൂ ഇസ്മു ഉമ്മുക്ക് എന്ന് പറഞ്ഞാൽ മദറിന്റെ പേരെന്താണെന്ന്. അതുപോലെ തന്നെ ഷൂ ഇസ്മു അഹൂക്ക്. അഹൂക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരന്റെ പേരെന്താണ്? ഷൂ ഇസ്മു ഉഖ്തുക്. ഉഖ്തുക് എന്ന് പറയുന്നതിന്റെ സഹോദരിയുടെ പേരെന്താണ്? ഉഖ്തുക്. ഷൂ ഇസ്മു വലദുക്, നിന്റെ ആൺകുട്ടിയുടെ പേരെന്താണ്? നിന്റെ മകന്റെ പേരെന്താണെന്ന്. ഷൂ ഇസ്മു ബിൻതുക്, നിന്റെ പറഞ്ഞാൽ നിന്റെ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇസ്മു വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അത് കുറച്ചുകൂടി സാധനങ്ങളുടെ പേരാണെങ്കിൽ ഇപ്പോൾ ഷൂ ഇസ്മു മദ്രസത്തുക്. മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചു, സ്കൂൾ, വിദ്യാലയം. അപ്പോൾ ഷൂ ഇസ്മു മദ്രസത്തുക്. മദ്രസത്തുക് നിന്റെ സ്കൂൾ, നിന്റെ പേരെന്താണ്? ഷൂ ഇസ്മു മദ്രസത്തുക്. ഷൂ ഇസ്മു മക്തബുക്. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ്, നിന്റെ ഓഫീസിന്റെ പേരെന്താണ്? ഓക്കെ. ഷൂ ഇസ്മു ബലദുക്. ബലദ് നമ്മൾ ഇന്നലെ പഠിച്ചതാണെന്ന് പറയാം, എഴുതാം. ബലദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്, ബലദ്. അപ്പോ ഷൂ ഇസ്മു ബലദുക്, നിന്റെ നാടിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ നീ ഏത് നാട്ടുകാരനാണെന്ന് ഷൂ ഇസ്മു ബലദുക് എന്ന് പറയും. അപ്പോൾ അത് ഈ ഷൂ എന്നുള്ളത് എന്തെന്നും ഇസ്മു എന്ന് പറഞ്ഞാൽ പേരും. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഒരുപാട് വാക്കുകൾ പുതുതായിട്ടുള്ള വാക്കുകളൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഷൂ ഇസ്മുക് എന്നുള്ളത്, അല്ലെങ്കിൽ ഷൂ ഇസ്മുക് എന്നുള്ള ആ ഒരു പദം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ ഒരുപാട് വാക്കുകൾ നമുക്കിപ്പോൾ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ചേച്ചി, ചേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് പദങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പദങ്ങൾ നമ്മുടെ റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പദങ്ങളുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പദങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഷൂ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതിന് തന്നെ ഷൂ എന്ന പദം കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് എന്നാണ് ഷൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞു ഏഷ്. അത് മറ്റുള്ള ഗൾഫ് നാടുകളിൽ ഷൂ എന്നതിന് പകരം ഏഷ് ഇസ്മക്. ഷൂ ഇസ്മക് എന്നതിന് പകരം ഏഷ് ഇസ്മക്. ഓക്കെ. ഏഷ് ഇസ്മക് ബലദക്. ഓക്കെ എന്നാണ് മറ്റുള്ള അറബ് നാടുകളിൽ, അതായത് സൗദി അതുപോലെ തന്നെ ഖത്തർ പോലുള്ള സ്ഥലങ്ങളിൽ സംസാരിക്കാറുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞതാണ് വെയിൻ, രണ്ടാമത്തെ ഒരു. പിന്നെ അപ്പോൾ ഈ മറ്റുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഖത്തറിലും അതുപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എഴുതുന്നതും അതിൽ മാറ്റമുണ്ടോ? ഇത് ഈ പറയുന്ന ഇതൊന്നും അല്ല അച്ചടി ഭാഷയിലുള്ളത്. അത് ഉദാഹരണത്തിന് അച്ചടി ഭാഷയിൽ ഷൂ ഇസ്മക് എന്നതിന് പകരം എഴുതാറുള്ളത് മാ എന്നാണ്. മാ അറബിയിൽ ഇങ്ങനെ എഴുതും. ഷൂ എന്നുള്ളത് സംസാര ഭാഷയിൽ മാത്രം ഉച്ചരിക്കുന്ന. അറബി പിന്നെ അച്ചടി ഭാഷയിൽ ഷൂ ഉണ്ടാവില്ല, അതുപോലെ യേശു ഒന്നും ഉണ്ടാവില്ല. അത് കോമൺ ആയിരിക്കും എഴുത്ത് ഭാഷയിലും, അതുപോലെ തന്നെ പിന്നെ അച്ചടി ഭാഷയിലൊന്നൊക്കെ ഷൂ ഉണ്ടാവുകയില്ല. പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കുകൾ നാട്ടിലെ കൊളോക്കിയൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രയോഗങ്ങൾ. സാധാരണ അച്ചടി ഭാഷയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് യേശു ഇസ്മക് എന്നുള്ളതിനെ നമ്മൾ പിന്നെ സാധാരണ അച്ചടി ഭാഷയിൽ പറയുകയാണെങ്കിൽ മാ ഇസ്മുക്, മാ ഇസ്മുക് എന്നാ പറയാം. അതുപോലെ തന്നെ നമ്മൾ വേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഐന. വെയിൻ എന്ന് സംസാര ഭാഷയിൽ പറയും. ഓക്കെ. വെയിൻ എന്ന് സംസാര ഭാഷയിൽ പറയും. അത് അറബി എഴുതുമ്പോൾ ഐന എന്നാ പറയുക. ഐന ബൈത്തുക്. വെയിൻ ബൈത്തുക് എന്ന് സംസാരത്തിൽ പറയുമ്പോൾ അത് അച്ചടിയിലേക്ക് വരുമ്പോൾ ഐന എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ സാധാരണ സംസാരത്തിലുള്ള ഭാഷകൾ, സംസാര ശൈലിയാണ് പഠിക്കുന്നത്. അച്ചടി ഭാഷയിലേക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് പോകേണ്ടതാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് വൈൻ എന്നുള്ളതാണ്. അപ്പോൾ വൈൻ തന്നെ നമുക്ക് തുടരാം. അപ്പോൾ നേരത്തെ നമ്മൾ ഷൂ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വൈനിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വൈൻ വൈൻ പറഞ്ഞാൽ എവിടെ, നമ്മൾ ഇന്നലെ പഠിച്ചാണ് വൈൻ എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈൻ വെർ ഈസ് യുവർ ഹൗസ്, വൈൻ ബൈത്തുക്, വൈൻ ബൈത്തുക്, വൈൻ ബൈത്തുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ വീട്. ഓക്കെ. വൈൻ സ്വദീഖുക്, വെർ ഈസ് യുവർ ഫ്രണ്ട്. ഓക്കെ. വൈൻ സ്വദീഖുക്, നമ്മൾ സ്വദീഖ് എന്നുള്ള പദപ്പ് കുറച്ച് മുമ്പ് പഠിച്ചു. സ്വദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്, സുഹൃത്ത്. അപ്പോൾ വൈൻ സ്വദീഖുക്, നിന്റെ സുഹൃത്ത് എവിടെ. വൈൻ അഹൂഖ്, നിന്റെ സഹോദരൻ എവിടെ. വൈൻ അബൂഖ്, നിന്റെ ഫാദർ എവിടെ അല്ലെങ്കിൽ നിന്റെ ഉപ്പ എവിടെ. വൈൻ അഹൂഖ്, നിന്റെ ബ്രദർ എവിടെ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വൈൻ ബലദക്, നിന്റെ നാട് എവിടെയാണ്. ബലദ് പറഞ്ഞ നാട്. ഓക്കെ. വൈൻ ബലദക്. വൈൻ മക്തബക്, മക്തബ് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു, ഓഫീസ് എന്ന് പറയുന്നത് മക്തബ് എന്ന് പറയുന്നത്. മക്തബ് എന്ന് പറഞ്ഞെങ്കിൽ ഓഫീസ്. അപ്പോൾ വൈൻ മക്തബക്, വേർ ഈസ് യുവർ ഓഫീസ്, എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് എന്നുള്ളത്. വൈൻ മക്തബക്. അപ്പോൾ വൈൻ എന്നുള്ളത് ഒരു കോമൺ ആണ്, അതുപോലെ നമ്മൾ എന്തിനോടും സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന സാധാരണ പദമാണ്. അപ്പോൾ വൈൻ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, വൈൻ തെറോഹ്. ആ, വൈൻ എന്നുള്ളത് പോകുന്നതിന് പറയാ തെറോഹ്. വൈൻ തെറോഹ്, നീ എങ്ങോട്ടാ പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ പിന്നെ എവിടുന്നാ വരുന്നത്, വൈൻ തെജി, വൈൻ. അപ്പോൾ വൈൻ എന്നുള്ളത് എവിടെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന സാധാരണ പദം. അപ്പോൾ തെജി എന്നുള്ളത് പിന്നെ വരുന്നതിനെ വൈൻ തെജി. തെറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്, എങ്ങോട്ടാണ്. മിൻ വൈൻ തെജി, മിൻ വൈൻ ഫ്രം വേർ ആർ യു കമ്മിങ് എന്നുള്ളത് മിൻ വൈൻ തെജി. വൈൻ്റെ പിന്നെ ഉപയോഗങ്ങളും നമ്മൾ ഇപ്പോൾ ഏകദേശമൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഫാദർ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈൻ അബൂഖ്, വൈൻ ഉമ്മുഖ്, വൈൻ വലദക്, വൈൻ ബൈതക്, വൈൻ അഹൂഖ്, വൈൻ ബിൻതക് എന്നുള്ള സാധാരണഗതിയിൽ ചോദിക്കാവുന്ന ഇത്തരം ചോദ്യങ്ങളൊക്കെ വൈൻ കൂട്ടിക്കുവച്ചാൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പദങ്ങൾ ഓരോന്നും ഈ വൈൻ എന്നുള്ളത് നമ്മൾ മനപ്പാടാക്കി വെക്കുക. അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് ആവശ്യമുള്ള പദങ്ങളെല്ലാം തന്നെ ഓരോന്ന് പറയുമ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മക്തബ്, പിന്നെ അതുപോലെ തന്നെ വീടിനെ പറഞ്ഞു, ബലദക് നമ്മൾ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെയുള്ള ഓരോ പദങ്ങൾ നമുക്ക് ആവശ്യമുള്ള പദങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് വൈൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് മത്ത എന്ന് പറഞ്ഞാൽ വെൻ. മത്ത അറബിയിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും, മത്ത വെൻ, എപ്പോൾ. അപ്പോൾ അത് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് മത എന്ന് പറയുന്നത്. എപ്പോൾ എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്കാണ് മത. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പോകുന്നതിന് എന്താ പറഞ്ഞ തെറു നമ്മൾ പോകുന്നതിന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മത തെറൂഹ് എന്നാണ്, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ തെറൂഹ് എന്ന് പറയും. ഓക്കെ. മതാ തെറൂഹ്, എപ്പോഴാ പോകുന്നത്. ഓക്കെ. മതാ തെജി, അത് തെജി എന്നുള്ളത് വരാന്നുള്ളതിന് തെജി എന്നാണ്, തെജി ഉ എന്നാണ്. പക്ഷെ പിന്നെ ഉ ഉച്ചരിക്കില്ല. മത്താ തെജി, ഉ സൈലന്റ് ആണ്. മത്താ തെജി എന്നാണ് വാസ്തവത്തിൽ അതിന്റെ പിന്നെ അടിസ്ഥാനം. പക്ഷെ അവിടെ ഉ സൈലന്റ് ആണ്. മത്താ തെജി, മത്താ തെറോഹ് എന്ന് പറഞ്ഞാൽ വെൻ യു വിൽ ഗോ. മത്താ തെജി എപ്പോഴാണ് തിരിച്ചു വരുന്നത്. അതെ. അപ്പോൾ നമ്മൾ
അപ്പോൾ 3 അടിസ്ഥാന അക്ഷരങ്ങളാണ് പഠിച്ചത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഷൂ. അടുത്ത ക്ലാസ്സിലേക്ക് പിന്നെ വേർഡിലേക്ക് പോകുന്നതിന് മുമ്പ് പഠിച്ചത് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഷൂ എന്ന് പഠിച്ചു. ഷൂ എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട്. ഓക്കെ. പിന്നെ വൈൻ, അറബിയിലല്ല മലയാളത്തിലേതാണ്. വൈൻ എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ എന്നുള്ളതിന്. ഓക്കെ. പിന്നെ മത്ത. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പഠിച്ചത് മത്ത. മത്ത എന്ന് പറഞ്ഞാൽ വെൻ, എപ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും പിന്നെ സംസാരത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളെയും 3 ചോദ്യങ്ങളാണ് ചോദിക്കുമ്പോൾ ഒരാളോട് ചോദിക്കേണ്ടത്. പിന്നെ ചോദിക്കുക. ഉദാഹരണത്തിന് ഒരാളോട് നമ്മളുടെ ഒരു വിഷയം പറയാണ്. അപ്പോൾ അയാളോട് ഒരു കാര്യം പറയണമെങ്കിൽ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഷൂ പ്രോബ്ലം എന്ന് പറയുന്നത് മുഷ്കില എന്ന് പറയും. മുഷ്കില, ഷൂ മുഷ്കില. ഓക്കെ. വാട്ട് ഈസ് ദ പ്രോബ്ലം അല്ലെങ്കിൽ ഷൂ മുഷ്കിലത്തുക്. അപ്പോൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഷൂ മുഷ്കിലത്തുക്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. മുഷ്കില എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മുഷ്കിലത്തുക്, മുഷ്കിലത്തുക്, മുഷ്കില എന്നല്ല, മുഷ്കിലത്തുക്. എന്താ നിന്റെ പ്രോബ്ലം എന്ന് ചോദിക്കുന്നതിന് ഷൂ മുഷ്കിലത്തുക്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഷൂ മുഷ്കിലത്തുക് എന്ന് ചോദിക്കും. അപ്പോൾ ഷൂ ആണ് നമ്മൾ ആദ്യമായി പഠിച്ച പദം. പിന്നീട് പഠിച്ചത് വൈൻ എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മത്ത. അവസാനം പഠിച്ചത് ഒന്നുകൂടി ഷൂ ഒന്ന് എഴുതാം. പിന്നെ വൈൻ, പിന്നെ മത്ത. ഈ 3 ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചു. മത്ത, ഇപ്പോൾ എപ്പോൾ മത്ത എന്നുള്ള വെൻ, മത്ത തെറൂഹു, മത്ത തെജി, മത്ത എന്നുള്ളത് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വോയിൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. വേർ, എവിടെ എന്നുള്ളത് വോയിൻ ബെയ്ത്തുക്, വോയിൻ മക്തബുക്, വോയിൻ അബൂഖ്, വോയിൻ ഉമ്മക്, വോയിൻ അഹൂഖ് ഒക്കെ ആ എവിടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഷൂ നമ്മൾ പിന്നെ പഠിച്ചു. ഷൂ, വോയിൻ, മത 3 പദങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 പദങ്ങളാണത്. അപ്പം അതിനോട് ചേർത്ത് വെക്കേണ്ട വാക്കുകൾ ഇനിയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ കുറേ പിന്നെ പുതിയ വാക്കുകൾ പഠിച്ചു. അത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നു. ഓക്കെ. ഒന്ന് ഉമ്മയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ അബ് എന്ന് പറഞ്ഞാൽ ഫാദർ, എന്ന് പറഞ്ഞാൽ ഉമ്മ, അബ് എന്ന് പറഞ്ഞാൽ ഫാദർ. പിന്നെ വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. പിന്നെ ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ബൈത്ത് പഠിച്ചു, വീട് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഓഫീസ്, മക്തബ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു രാജ്യത്തിന്റെ. പിന്നെ നമ്മൾ കുടിക്കുന്നതിനെ കുറിച്ച് പഠിച്ചു, ഷായ്, അതുപോലെ തന്നെ ഗഹ്വ. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വെച്ചുകൊണ്ട് മറ്റുള്ള പദങ്ങൾ ഈ പഠിച്ച ഷൂ അതുപോലെ തന്നെ വൈൻ എന്നുള്ളത് സ്വന്തമായിട്ട് എഴുതി നോക്കിയാൽ കുറേയൊക്കെ പിന്നെ മനസ്സിലാക്കാൻ പറ്റും. വൈൻ ഉമ്മക്ക്, ക്ക് എന്നുള്ളത് യു എന്ന സൗണ്ടിന് വരുന്നതാണ്. ക്ക്. വൈൻ ഉമ്മുക്ക്, വൈൻ അബൂക്ക്, വൈൻ വലതുക്ക്, വൈൻ ബിന്തുക്ക്, വൈൻ ബൈത്തുക്ക്, വൈൻ മക്തബക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ പറയാവുന്നതാണ് ഷൂ ഇസ്ം. വാട്ട് ഈസ് ദ നെയിം? ഷൂ ഇസ്മു ഉമ്മുക്ക്, ഷൂ ഇസ്മു അബൂക്ക്, ഷൂ ഇസ്മു വലതുക്ക്, ഷൂ ഇസ്മു ബിന്തുക്ക്, ഷൂ ഇസ്മു ബൈത്തുക്ക്, ഷൂ ഇസ്മു മക്തബക്ക് എന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ നമ്മളിപ്പോൾ യു എന്നതാണ് പഠിച്ചത്. അത്
ഹി അവൻ എന്നുള്ളത് പറയുമ്പോൾ എങ്ങനെ പറയാമെന്നുള്ളത് പിന്നെ ബ്രേക്കിന് ശേഷം നമുക്ക് നോക്കാവുന്ന ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് വേണ്ടി തൽക്കാലം പോകുന്നു. നന്ദി.